ലബനനിൽ ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള വെടിനിർത്തലിന് ഏറെക്കുറെ ധാരണയായിട്ടുണ്ടെന്ന് നേരത്തെ MCA സൂചിപ്പിച്ചല്ലോ. അതിനകത്തൊരു പ്രഖ്യാപനം വരണമെങ്കിൽ കൂടിയും. അപ്പോൾ ഈ ലബനനിലെ വെടിനിർത്തൽ ഈ കരാറിനെ തന്നെ ഭാഗമാക്കണമെന്ന ഇറാന്റെ നിർദ്ദേശങ്ങൾക്ക് മുന്നിലും വഴങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ, ഇപ്പോൾ ഇറാന്റെയും അമേരിക്കയ്ക്കും ഇടയിലുള്ള സമ്പൂർണ്ണ വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണല്ലോ. അതിൻ്റെ കൂടെ ഈ ലബനന്റെ സമ്പൂർണ്ണ വെടിനിർത്തൽ ചർച്ചയും കൂടി ഇറാൻ കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമോ? തീർച്ചയായിട്ടും ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ സൈനിക വിജയമാണ്. കാരണം തുടക്കം മുതൽ തന്നെ ഇറാൻ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടായിരുന്നു. കാരണം ലബനാനെ ആ ജനതയെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല, അവിടെ നടക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്ന വളരെ ഒരു നിലപാടായിരുന്നു ഇറാൻ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പ്രഖ്യാപിച്ച ഇറാൻ അമേരിക്ക 2 ആഴ്ച വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് ലബനാൻ കൂടി ഉൾപ്പെടുത്തണമെന്ന് വാദിച്ചത്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത് നിരാകരിക്കുക മാത്രമല്ല, ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ബെയ്റൂത്തിന് മേൽ തുടരുകയും ഏതാണ്ട് 300-ലധികം പേരാണ് ആ ആക്രമണത്തിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ 100-ലധികം ആക്രമണങ്ങൾ നടത്തി ഈ ചർച്ചയെയും ഈ വെടിനിർത്തലിനെയും അട്ടിമറിക്കാനായിരുന്നു നെതന്യാഹു ശ്രമിച്ചത്. അതുകൊണ്ട് ഈ സമയത്ത് പോലും ഒരു ആശങ്കയുണ്ട്. അമേരിക്ക നിർദ്ദേശിച്ചാൽ ഒരുപക്ഷെ ഒരാഴ്ചത്തെ വെടിനിർത്തലും ഉണ്ടാവും. പക്ഷെ വീണ്ടും കടന്നാക്രമണങ്ങളോ അല്ലെങ്കിൽ നിലവിലുള്ള ഇറാൻ അമേരിക്ക വെടിനിർത്തലിനെ തകർക്കാനുള്ള നീക്കങ്ങൾ നെതന്യാഹു ശ്രമിച്ചേക്കുമോ എന്ന ആശങ്കയുണ്ട്. പക്ഷേ സ്ഥിതിഗതികൾ ഏറെക്കുറെ വളരെ ശുഭകരമായി തന്നെയാണ് ഈ രാത്രിയിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശുഭകരമായ പ്രതീക്ഷാ നിർഭരമായ വാർത്തകളാണ് ഈ സമയം പശ്ചിമേഷ്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലാണ് ഇതിനകം ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ നിലവിലുള്ളത്. അത് 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടാൻ ഇരു കക്ഷികളും ധാരണയിലെത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, സമ്പൂർണ്ണ വെടിനിർത്തൽ അടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ട്രംപിന്റെ നിർദ്ദേശങ്ങളുമായി പാക് പ്രതിനിധി സംഘം, സൈനിക മേധാവി അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ തെഹ്റാനിലെത്തി അബ്ബാസ് അറാഖ്ചിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം എന്തായാലും അബ്ബാസ് അറാഖ്ചി അടക്കമുള്ള ഇറാൻ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട ആ ചർച്ചയുടെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുടെ പുരോഗതി ലോകത്തോട് അറിയിക്കും. അതെന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. MCA നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്.